പ്രിയപ്പെട്ട ദേശവാസികളെ നമസ്കാരം. മൻ കി ബാത്തിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം, അഭിവാദ്യങ്ങൾ. നിങ്ങളെല്ലാവരും ഈ സമയം യോഗയുടെ എനർജിയിലും അന്താരാഷ്ട്ര യോഗ ഡേയുടെ ഓർമ്മകളിലും നിറഞ്ഞിരിക്കുകയായിരിക്കും. ഈ തവണയും ജൂൺ 21-ന് ലോകമെമ്പാടുമുള്ള കോടിക്കണക്കിന് ആളുകൾ അന്താരാഷ്ട്ര യോഗ ഡേയിൽ പങ്കെടുത്തു. നിങ്ങൾക്കെല്ലാവർക്കും ഓർമ്മയുണ്ടാവുമല്ലോ, 10 വർഷം മുൻപാണ് ഇത് ആരംഭിച്ചത്. ഇപ്പോൾ 10 വർഷം കൊണ്ട് ഈ നിഷ്ഠ ഓരോ വർഷവും മുൻപത്തേക്കാൾ ഗംഭീരമായിക്കൊണ്ടിരിക്കുകയാണ്. കൂടുതൽ ആളുകൾ അവരുടെ ദൈനംദിന ജീവിതത്തിൽ യോഗയെ സ്വീകരിക്കുന്നു എന്നതിന്റെ സൂചന കൂടിയാണിത്. നമ്മൾ ഈ തവണ യോഗ ഡേയുടെ എത്രയെത്ര ആകർഷകമായ ചിത്രങ്ങളാണ് കണ്ടത്. വിശാഖപട്ടണത്തിലെ കടൽത്തീരത്ത് 3 ലക്ഷം ആളുകൾ ഒരുമിച്ച് യോഗ ചെയ്തു. വിശാഖപട്ടണത്തിൽ നിന്ന് തന്നെ മറ്റൊരു അത്ഭുതകരമായ കാഴ്ചയും പുറത്തുവന്നു. 2000-ലധികം ആദിവാസി വിദ്യാർത്ഥികൾ 108 മിനിറ്റിൽ 108 സൂര്യനമസ്കാരങ്ങൾ ചെയ്തു. ഒന്ന് ആലോചിച്ചു നോക്കൂ, എത്ര അച്ചടക്കവും എത്ര സമർപ്പണവും അവർക്ക് ഉണ്ടായിരുന്നിരിക്കും. നമ്മുടെ നാവികസേനയുടെ കപ്പലുകളിലും യോഗയുടെ ഗംഭീരമായ കാഴ്ച കണ്ടു. തെലങ്കാനയിൽ 3000 ഭിന്നശേഷിക്കാരായ സുഹൃത്തുക്കൾ ഒരുമിച്ച് യോഗ ക്യാമ്പിൽ പങ്കെടുത്തു. യോഗ എങ്ങനെയാണ് ശാക്തീകരണത്തിനുള്ള ഒരു മാർഗം കൂടി ആകുന്നതെന്ന് അവർ കാണിച്ചു തന്നു. ഡൽഹിയിലെ ആളുകൾ യോഗയെ ക്ലീൻ യമുന എന്ന പ്രതിജ്ഞയുമായി ബന്ധിപ്പിച്ചു. കൂടാതെ യമുന തീരത്ത് പോയി യോഗ ചെയ്തു. ജമ്മു കാശ്മീരിലെ ചെനാബ് ബ്രിഡ്ജ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ ബ്രിഡ്ജ് ആണ്. അവിടെയും ആളുകൾ യോഗ ചെയ്തു. ധീരതയും ആത്മീയ സാധനയും ഇഴചേർന്ന് നിൽക്കുന്ന ഹിമാലയത്തിലെ മഞ്ഞുമൂടിയ കൊടുമുടികളിൽ ITBP ജവാന്മാരോടൊപ്പം യോഗയും ദൃശ്യമായി. ഗുജറാത്തിലെ ആളുകളും ഒരു പുതിയ ചരിത്രം രചിച്ചു. വഡ്നറിൽ 2121 ആളുകൾ ഒരുമിച്ച് ഭുജംഗാസന ചെയ്ത് പുതിയ റെക്കോർഡ് സ്ഥാപിച്ചു. ന്യൂയോർക്ക്, ലണ്ടൻ, ടോക്കിയോ, പാരീസ് തുടങ്ങി ലോകത്തിലെ എല്ലാ വലിയ നഗരങ്ങളിൽ നിന്നും യോഗയുടെ ചിത്രങ്ങൾ വന്നു. കൂടാതെ സമാധാനവും സ്ഥിരതയും സന്തുലിതാവസ്ഥയും ഓരോ ചിത്രത്തിന്റെയും ഒരു പ്രത്യേകതയായിരുന്നു. ഈ തവണത്തെ തീം വളരെ സവിശേഷമായിരുന്നു. യോഗ ഫോർ വൺ എർത്ത് വൺ ഹെൽത്ത്, അതായത് ഒരു ഭൂമി ഒരുപോലെ ആരോഗ്യം. ഇതൊരു മുദ്രാവാക്യം മാത്രമല്ല, നമ്മളെ വസുധൈവ കുടുംബകത്തിലേക്ക് നയിക്കുന്ന മാർഗമാണ്. ഇത്തവണത്തെ യോഗ ദിനത്തിന്റെ പെരുമ കൂടുതൽ ആളുകളെ യോഗ ചെയ്യാൻ തീർച്ചയായും പ്രേരിപ്പിക്കുമെന്ന ആത്മവിശ്വാസം എനിക്കുണ്ട്. എന്റെ പ്രിയപ്പെട്ട ദേശവാസികളെ, ആരെങ്കിലും തീർത്ഥയാത്രയ്ക്ക് ഇറങ്ങുമ്പോൾ ഒരൊറ്റ വികാരമാണ് ആദ്യം മനസ്സിൽ വരുന്നത്. വരൂ, ദൈവികമായ ഒരു വിളി വന്നിരിക്കുന്നു. ഈ വികാരമാണ് നമ്മുടെ തീർത്ഥയാത്രകളുടെ ആത്മാവ്. ഈ യാത്രകൾ ശരീരത്തിന്റെ അച്ചടക്കത്തിനും മനസ്സിന്റെ ശുദ്ധിക്കും സഹജീവി സ്നേഹത്തിനും സാഹോദര്യത്തിനും ഒപ്പം ദൈവത്തിലേക്ക് അടുക്കാനുമുള്ള ഒരു മാർഗവും കൂടിയാണ്. ഇതുകൂടാതെ ഈ യാത്രകൾക്ക് പ്രസക്തമായ മറ്റൊരു വലിയ വശം കൂടി ഉണ്ട്. ഈ തീർത്ഥയാത്രകൾ സേവന അവസരങ്ങളുടെ ഒരു മഹാ അനുഷ്ഠാനം കൂടിയാണ്. ഏതൊരു യാത്ര നടക്കുമ്പോഴും യാത്രയ്ക്ക് പോകുന്ന ആളുകളെക്കാൾ കൂടുതൽ പേർ തീർത്ഥാടകരെ സേവിക്കുന്നതിൽ ഏർപ്പെടുന്നു. സമൂഹ സദ്യകൾ, യംഗറുകൾ, ശുദ്ധജല സംവിധാനങ്ങൾ, മെഡിക്കൽ ക്യാമ്പുകൾ എന്നിവ സേവാഭാവത്തോടെ വിവിധ സ്ഥലങ്ങളിൽ ഒരുക്കുന്നു. എത്രയോ ആളുകൾ സ്വന്തം ചെലവിൽ തീർത്ഥാടകർക്കായി ധർമ്മശാലകളും താമസ സൗകര്യങ്ങളും ഒരുക്കുന്നു. സുഹൃത്തുക്കളെ, ഒരുപാട് കാലത്തിനു ശേഷം കൈലാസ മാനസരോവർ യാത്ര വീണ്ടും ആരംഭിച്ചിരിക്കുകയാണ്. കൈലാസ് മാനസരോവർ എന്നാൽ ഭഗവാൻ ശിവന്റെ വാസസ്ഥലം. ഹിന്ദു, ബുദ്ധ, ജൈൻ പാരമ്പര്യങ്ങളെല്ലാം തന്നെ കൈലാസത്തെ ശ്രദ്ധയുടെയും ഭക്തിയുടെയും കേന്ദ്രമായി കണക്കാക്കുന്നു. സുഹൃത്തുക്കളെ, ജൂലൈ 3-ാം തീയതി പുണ്യമായ അമർനാഥ് യാത്ര ആരംഭിക്കാൻ പോവുകയാണ്. സാവൻ മാസം തുടങ്ങാനും ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് നമ്മൾ ജഗന്നാഥ ദേവന്റെ രഥയാത്രയും കണ്ടിരുന്നു. ഒഡീഷയിൽ നിന്നും ഗുജറാത്തിൽ നിന്നും
കൂടാതെ രാജ്യത്തിന്റെ പല കോണുകളിൽ നിന്നും ലക്ഷക്കണക്കിന് ഭക്തർ ഈ യാത്രയിൽ പങ്കെടുക്കുന്നു. വടക്ക് നിന്ന് തെക്കോട്ടും കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ടുമുള്ള ഈ യാത്രകൾ ഏക ഭാരതം ശ്രേഷ്ഠ ഭാരതം എന്ന ഭാവത്തിന്റെ പ്രതിഫലനമാണ്. നമ്മൾ ശ്രദ്ധയോടെയും പൂർണ്ണ സമർപ്പണത്തോടെയും പൂർണ്ണ അച്ചടക്കത്തോടെയും നമ്മുടെ വിശ്വാസ സംബന്ധമായ യാത്ര പൂർത്തിയാക്കുമ്പോൾ അതിന്റെ നമുക്ക് ഫലം ലഭിക്കും. യാത്രകൾ പോകുന്ന എല്ലാ ഭാഗ്യശാലികളായ ഭക്തർക്കും എന്റെ ആശംസകൾ നേരുന്നു. സേവന മനോഭാവത്തോടെ ഈ യാത്രകൾ വിജയകരവും സുരക്ഷിതവുമാക്കാൻ പ്രയത്നിക്കുന്നവർക്കും ഞാൻ അഭിനന്ദനങ്ങൾ അർപ്പിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട ദേശവാസികളെ, ഇപ്പോൾ ഞാൻ നിങ്ങളിൽ അഭിമാനം നിറയ്ക്കുന്നതായ രാജ്യത്തിന്റെ 2 നേട്ടങ്ങളെക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു. ഈ നേട്ടങ്ങളെക്കുറിച്ച് ആഗോള സ്ഥാപനങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. WHO അതായത് ലോകാരോഗ്യ സംഘടനയും ILO അതായത് ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷനും രാജ്യത്തിന്റെ ഈ നേട്ടങ്ങളെ വളരെയധികം പ്രശംസിച്ചിട്ടുണ്ട്. ആദ്യത്തെ നേട്ടം നമ്മുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ടതാണ്. നിങ്ങളിൽ പലരും കണ്ണിന്റെ ഒരു രോഗത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടാകും, ട്രക്കോമ. ഈ രോഗം ബാക്ടീരിയയിലൂടെയാണ് പകരുന്നത്. ഒരു കാലത്ത് ഈ രോഗം രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും സാധാരണമായിരുന്നു. ശ്രദ്ധിച്ചില്ലെങ്കിൽ ഈ രോഗം കാരണം പതുക്കെ കണ്ണിന്റെ കാഴ്ച വരെ നഷ്ടപ്പെടുമായിരുന്നു. ട്രക്കോമ വേരോടെ പിഴുതെറിയുമെന്ന് നമ്മൾ പ്രതിജ്ഞയെടുത്തു. ലോകാരോഗ്യ സംഘടന അതായത് WHO ഇന്ത്യയെ ട്രക്കോമ ഫ്രീ രാജ്യമായി പ്രഖ്യാപിച്ചു എന്ന് പറയുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഇപ്പോൾ ഇന്ത്യ ട്രക്കോമ മുക്ത രാജ്യമായി മാറിയിരിക്കുന്നു. ക്ഷീണിക്കാതെ നിർത്താതെ ഈ രോഗത്തിനെതിരെ പോരാടിയ ലക്ഷക്കണക്കിന് ആളുകളുടെ കഠിനാധ്വാനത്തിന്റെ ഫലമാണിത്. ഈ വിജയം നമ്മുടെ ഹെൽത്ത് വർക്കേഴ്സിന്റേതാണ്. സ്വച്ഛ് ഭാരത് അഭിയാനും ഇത് ഇല്ലാതാക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ച് ജൽ ജീവൻ മിഷനും ഈ വിജയത്തിന് നിർണായക സംഭാവന അർപ്പിച്ചിട്ടുണ്ട്. ഇന്ന് വീടുകളിൽ ടാപ്പിലൂടെ ശുദ്ധജലം എത്തുന്നത് കൊണ്ട് അത്തരം രോഗങ്ങളുടെ ഭീഷണി കുറഞ്ഞിട്ടുണ്ട്. ലോകാരോഗ്യ സംഘടന WHO ഇന്ത്യ രോഗത്തെ നേരിടുന്നതിനൊപ്പം അതിന്റെ മൂലകാരണങ്ങളെയും ഇല്ലാതാക്കിയെന്ന് പ്രശംസിച്ചിട്ടുണ്ട്. ഹൈ സുഹൃത്തുക്കളെ, ഇന്ന് ഇന്ത്യയിലെ ഭൂരിഭാഗം ജനങ്ങളും ഏതെങ്കിലും ഒരു സോഷ്യൽ പ്രൊട്ടക്ഷൻ ബെനിഫിറ്റിന്റെ പ്രയോജനം നേടുന്നുണ്ട്. കൂടാതെ അടുത്തിടെ ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷന്റെ ILOയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു റിപ്പോർട്ട് വന്നിട്ടുണ്ട്. ഈ റിപ്പോർട്ടിൽ ഇന്ത്യയിലെ 64% ജനങ്ങൾക്ക് ഇപ്പോൾ ഏതെങ്കിലും ഒരു സോഷ്യൽ പ്രൊട്ടക്ഷൻ ബെനിഫിറ്റ് തീർച്ചയായും ലഭിക്കുന്നുണ്ടെന്ന് പറയുന്നു. സാമൂഹിക സുരക്ഷ ഇത് ലോകത്തിലെ ഏറ്റവും വലിയ കവറേജുകളിൽ ഒന്നാണ്. ഇന്ന് രാജ്യത്തെ ഏകദേശം 95 കോടി ആളുകൾ ഏതെങ്കിലും ഒരു സോഷ്യൽ സെക്യൂരിറ്റി പദ്ധതിയുടെ പ്രയോജനം നേടുന്നുണ്ട്. അതേസമയം 2015 വരെ 25 കോടിയിൽ താഴെ ആളുകളിലേക്ക് മാത്രമേ സർക്കാർ പദ്ധതികൾ എത്തിയിരുന്നുള്ളൂ. സുഹൃത്തുക്കളെ, ഇന്ത്യയിൽ ആരോഗ്യം മുതൽ സാമൂഹിക സുരക്ഷ വരെ എല്ലാ മേഖലകളിലും രാജ്യം സാച്ചുറേഷൻ എന്ന ഭാവനയോടെ മുന്നോട്ട് പോകുകയാണ്. ഇത് സാമൂഹിക നീതിയുടെ ഒരു ഉത്തമ ചിത്രമാണ്. ഈ വിജയങ്ങൾ ഒരു വിശ്വാസം ഉണർത്തിയിട്ടുണ്ട്. വരാൻ പോകുന്ന കാലം ഇനിയും മെച്ചപ്പെടും. ഓരോ ചുവടിലും ഇന്ത്യ കൂടുതൽ ശക്തമാകൂ. എന്റെ പ്രിയപ്പെട്ട ദേശവാസികളെ, ജനകീയമായ പങ്കാളിത്തത്തിന്റെ ശക്തി കൊണ്ട് വലിയ വലിയ പ്രതിസന്ധികളെ നേരിടാൻ കഴിയും. ഞാൻ നിങ്ങളെ ഒരു ഓഡിയോ കേൾപ്പിക്കാം. ഈ ഓഡിയോയിൽ നിങ്ങൾക്ക് ആ പ്രതിസന്ധിയുടെ ഭീകരതയെക്കുറിച്ച് ഒരു ധാരണ ലഭിക്കും. ആ പ്രതിസന്ധി എത്ര വലുതായിരുന്നു? ആദ്യം അത് കേൾക്കൂ, മനസ്സിലാക്കൂ. आखिर ये जो जुल्म हुआ 2 साल तक, जुल्म तो 5-7 साल से शुरू हो गया था, मगर वो शिखर पर पहुंच गया है 2 साल में, जब इमरजेंसी लोगों पर ठोक दी और अमानुषी बर्ताव लोगों के साथ किया गया।
लोगों के स्वतंत्रता के हक छीन लिए गए, अखबारों को कोई स्वतंत्रता न रही, न्यायालय बिल्कुल निर्बल बना दिए गए और जिस ढंग से 1 लाख से ज्यादा लोगों को जेल में बंद कर दिए और फिर अपने मनमानी राज की ओर से होती रही, उसकी मिसाल दुनिया के इतिहास में भी मिलना मुश्किल है. സുഹൃത്തുക്കളെ, ഈ ശബ്ദം രാജ്യത്തിന്റെ മുൻ പ്രധാനമന്ത്രി ശ്രീമാൻ മൊറാർജി ഭായ് ദേശായിയുടേതാണ്. അദ്ദേഹം സംക്ഷിപ്തമായി പക്ഷേ വളരെ വ്യക്തമായി എമർജൻസിയെക്കുറിച്ച് പറഞ്ഞു. നിങ്ങൾക്ക് സങ്കല്പിക്കാൻ കഴിയും ആ കാലഘട്ടം എങ്ങനെയായിരുന്നു എന്ന്. എമർജൻസി ഏർപ്പെടുത്തിയവർ നമ്മുടെ ഭരണഘടനയെ കൊന്നു എന്ന് മാത്രമല്ല, മറിച്ച് നീതിന്യായ വ്യവസ്ഥയെയും തങ്ങളുടെ അധീനതയിൽ നിർത്താനായിരുന്നു അവരുടെ ഉദ്ദേശം. ഈ സമയത്ത് ജനങ്ങൾ വലിയ തോതിൽ പീഡിപ്പിക്കപ്പെട്ടു. ഇതിന്റെ നിരവധി ഉദാഹരണങ്ങളുണ്ട്. ഒരിക്കലും മറക്കാൻ കഴിയാത്തത്, ജോർജ് ഫെർണാണ്ടസ് സാഹിബിനെ ചങ്ങലകളിൽ ബന്ധിച്ചു. അനേകം ആളുകൾക്ക് കഠിനമായ പീഡനങ്ങൾ നേരിടേണ്ടി വന്നു. മിസിയുടെ നിയമപ്രകാരം ആരെയും യാതൊരു കാരണമില്ലാതെയും അറസ്റ്റ് ചെയ്യാൻ കഴിയുമായിരുന്നു. സ്റ്റുഡൻസിനെയും ബുദ്ധിമുട്ടിച്ചു. അഭിപ്രായ സ്വാതന്ത്ര്യത്തെയും അടിച്ചമർത്തി. സുഹൃത്തുക്കളെ, ആ കാലഘട്ടത്തിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട ആയിരക്കണക്കിന് ആളുകൾക്ക് നേരെ ഇത്തരം മനുഷ്യത്വരഹിതമായ അതിക്രമങ്ങൾ നടന്നു. പക്ഷേ ഇത് ഭാരതത്തിലെ ജനങ്ങളുടെ കരുത്താണ്. അവർ വഴങ്ങിയില്ല, തകർന്നുപോയില്ല. ജനാധിപത്യത്തിന് പകരം ഒരു ഒത്തുതീർപ്പിനും അവർ തയ്യാറായില്ല. അവസാനം ജനങ്ങൾ വിജയിച്ചു. അടിയന്തരാവസ്ഥ പിൻവലിക്കപ്പെടുകയും അടിയന്തരാവസ്ഥ അടിച്ചേൽപ്പിച്ചവർ പരാജയപ്പെടുകയും ചെയ്തു. ബാബു ജഗ്ജീവൻ റാം ജി ഈ കാര്യത്തെക്കുറിച്ച് വളരെ ശക്തമായി തന്റെ അഭിപ്രായങ്ങൾ പറഞ്ഞിരുന്നു. बहनों और भाइयों, पिछला चुनाव नहीं था, भारत की जनता का एक महान अभियान था. उस समय के परिस्थितियों को बदल देने का, तानाशाही के धारा को मोड़ देने का और भारत में प्रजातंत्र की बुनियाद को मजबूत कर देने का. അടൽജിയും തന്റെ സ്വതസിദ്ധമായ ശൈലിയിൽ പറഞ്ഞ കാര്യങ്ങൾ അതും നമ്മൾ തീർച്ചയായും കേൾക്കേണ്ടതുണ്ട്. बहनों और भाइयों, देश में जो कुछ हुआ उसे केवल चुनाव नहीं कह सकते. एक शांतिपूर्ण क्रांति हुई है. लोक शक्ति की लहर ने लोकतंत्र की हत्या करने वालों को इतिहास के कूड़ेदान में फेंक दिया है. സുഹൃത്തുക്കളെ, ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് രാജ്യത്ത് അടിയന്തരാവസ്ഥ അടിച്ചേൽപ്പിച്ചിട്ട് 50 വർഷം പൂർത്തിയായി. നമ്മൾ പൗരന്മാർ കോൺസ്റ്റിറ്റ്യൂഷൻ വധിക്കപ്പെട്ട ദിവസമായി അത് ആചരിച്ചു. അടിയന്തരാവസ്ഥയെ ധൈര്യപൂർവം നേരിട്ട എല്ലാവരെയും നമ്മൾ എപ്പോഴും ഓർക്കണം. ഇത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനെ ശക്തമായി നിലനിർത്താൻ നിരന്തരം ജാഗരൂകരായിരിക്കാൻ നമുക്ക് പ്രചോദനം നൽകുന്നു. എന്റെ പ്രിയപ്പെട്ട ദേശവാസികളെ, നിങ്ങൾ ഒരു ചിത്രം സങ്കല്പിക്കുക. രാവിലെ സൂര്യപ്രകാശം കുന്നുകളെ സ്പർശിക്കുന്നു. പതുക്കെ വെളിച്ചം സമതലങ്ങളിലേക്ക് വ്യാപിക്കുന്നു. അതേ വെളിച്ചത്തോടൊപ്പം ഫുട്ബോൾ പ്രേമികളുടെ ഒരു സംഘം മുന്നോട്ട് വരുന്നു. വിസിൽ മുഴങ്ങുന്നു. നിമിഷങ്ങൾക്കകം മൈതാനം കയ്യടികളും മുദ്രാവാക്യങ്ങളും കൊണ്ട് മുഴങ്ങുന്നു. ഓരോ പാസും ഓരോ ഗോളും ആളുകളുടെ ആവേശം വർദ്ധിപ്പിക്കുന്നു. ഇത് എത്രത്തോളം മനോഹരമായ ലോകമാണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവാം, അല്ലേ? സുഹൃത്തുക്കളെ, ഇത് അസമിലെ പ്രധാന മേഖലകളിൽ ഒന്നായ ബോഡോലാൻഡിന്റെ യഥാർത്ഥ ചിത്രമാണ്. ബോഡോലാൻഡ് ഇന്ന് ഒരു പുതിയ ഭാവത്തിൽ രാജ്യത്തിന് മുന്നിൽ നിൽക്കുന്നു. ഇവിടുത്തെ യുവാക്കളിലുള്ള ഊർജവും ആത്മവിശ്വാസവും ഏറ്റവും കൂടുതൽ കാണാൻ കഴിയുന്നത് ഫുട്ബോൾ മൈതാനത്താണ്. ബോഡോ ടെറിറ്റോറിയൽ ഏരിയയിൽ ബോഡോലാൻഡ് കെംകപ്പ് നടക്കുന്നുണ്ട്. ഇത് വെറുമൊരു ടൂർണമെന്റ് മാത്രമല്ല, ഇത് ഒരുമയുടെയും പ്രതീക്ഷയുടെയും ഉത്സവമായി മാറിയിരിക്കുകയാണ്. 3700-ലധികം ടീമുകളും ഏകദേശം 70,000 കളിക്കാരും, കൂടാതെ അതിൽ നമ്മുടെ പെൺകുട്ടികളുടെ നല്ല പങ്കാളിത്തവും ഉണ്ട്.
ഈ കണക്കുകൾ ബോഡോലാൻഡിലെ നിർണായക മാറ്റങ്ങളുടെ കഥയാണ് പറയുന്നത്. ബോഡോലാൻഡ് ഇപ്പോൾ രാജ്യത്തിന്റെ സ്പോർട്സ് മാപ്പിൽ അതിന്റെ തിളക്കം വർദ്ധിപ്പിക്കുകയാണ്. സുഹൃത്തുക്കളെ, ഒരു കാലത്ത് അവിടെ സംഘർഷം മാത്രമായിരുന്നു ഒരു അടയാളം. അന്ന് അവിടുത്തെ യുവാക്കൾക്ക് വഴികൾ പരിമിതമായിരുന്നു. എന്നാൽ ഇന്ന് അവരുടെ കണ്ണുകളിൽ പുതിയ സ്വപ്നങ്ങളും ഹൃദയങ്ങളിൽ ആത്മനിർഭരതയുടെ ധൈര്യവുമുണ്ട്. ഇവിടെ നിന്ന് വന്ന ഫുട്ബോൾ കളിക്കാർ ഇപ്പോൾ വലിയ തലത്തിൽ അവരുടെ വ്യക്തിത്വം സ്ഥാപിക്കുകയാണ്. ഹാലിചരൺ നർസാരി, ദുർഗ ബോറോ, അപൂർവ നർസാരി, മൻബീർ ബസുമതാരി ഇത് വെറും ഫുട്ബോൾ കളിക്കാരുടെ പേരുകളല്ല. ഇത് ആ പുതിയ തലമുറയുടെ അടയാളമാണ്. ബോഡോലാൻഡിനെ മൈതാനങ്ങളിൽ നിന്നും ദേശീയ വേദിയിലേക്ക് എത്തിച്ചവരുടെ. ഇവരിൽ പലരും പരിമിതമായ സൗകര്യങ്ങളിൽ പരിശീലിച്ചു. പലരും ദുഷ്കരമായ സാഹചര്യങ്ങളിൽ സ്വന്തം വഴി വെട്ടിത്തെളിച്ചു. ഇന്ന് അവരിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് രാജ്യത്തെ എത്രയോ കുഞ്ഞുങ്ങൾ അവരുടെ സ്വപ്നങ്ങൾ നെയ്യുന്നു. സുഹൃത്തുക്കളെ, നമുക്ക് നമ്മുടെ കഴിവുകൾ വികസിപ്പിക്കണമെങ്കിൽ ആദ്യം നമ്മുടെ ഫിറ്റ്നസിലും വെൽബീയിങ്ങിലും ശ്രദ്ധിക്കണം. പിന്നെ സുഹൃത്തുക്കളെ, ഫിറ്റ്നസിനു വേണ്ടി അമിതവണ്ണം കുറയ്ക്കാൻ എന്റെ ഒരു നിർദ്ദേശം നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ അല്ലേ? ഭക്ഷണത്തിൽ 10% എണ്ണ കുറയ്ക്കുക, അമിതവണ്ണം കുറയ്ക്കുക. നിങ്ങൾ ഫിറ്റ് ആണെങ്കിൽ ജീവിതത്തിൽ കൂടുതൽ സൂപ്പർ ഹിറ്റ് ആകും. എന്റെ പ്രിയപ്പെട്ട ദേശവാസികളെ, നമ്മുടെ ഭാരതം അതിന്റെ പ്രാദേശികവും ഭാഷാപരവും സാംസ്കാരികവുമായ വൈവിധ്യത്തിന് എങ്ങനെ അറിയപ്പെടുന്നുവോ, അതേപോലെ കല, കരകൗശലം, നൈപുണ്യം എന്നിവയിലെ വൈവിധ്യവും നമ്മുടെ രാജ്യത്തിന്റെ ഒരു വലിയ സവിശേഷതയാണ്. നിങ്ങൾ ഏത് പ്രദേശത്തേക്ക് പോയാലും അവിടുത്തെ എന്തെങ്കിലും ഒരു സവിശേഷവും പ്രാദേശികവുമായ കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. നമ്മൾ പലപ്പോഴും മൻ കി ബാത്തിൽ രാജ്യത്തെ ഇത്തരം യൂണീക്ക് പ്രോഡക്ട്സിനെ കുറിച്ച് സംസാരിക്കാറുണ്ട്. അതുപോലൊരു പ്രൊഡക്റ്റാണ് മേഘാലയയിലെ ഏരി സിൽക്ക്. കുറച്ച് ദിവസം മുമ്പാണ് ഇതിന് GI ടാഗ് ലഭിച്ചത്. ഏരി സിൽക്ക് മേഘാലയക്ക് ഒരു പൈതൃകം പോലെയാണ്. ഇവിടുത്തെ ഗോത്രവർഗക്കാർ, പ്രത്യേകിച്ച് ഖാസി സമൂഹത്തിലെ ആളുകൾ തലമുറകളായി ഇതിനെ സംരക്ഷിക്കുകയും തങ്ങളുടെ വൈദഗ്ധ്യത്തിലൂടെ ഇതിനെ സമ്പുഷ്ടമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ സിൽക്കിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. അത് ഇതിനെ മറ്റ് ഫാബ്രിക്കുകളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നു. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇത് ഉണ്ടാക്കുന്ന രീതിയാണ്. ഈ സിൽക്ക് ഉണ്ടാക്കുന്ന പട്ടുനൂൽപ്പുഴുക്കളെ അത് എടുക്കാൻ വേണ്ടി കൊള്ളുന്നില്ല. അതുകൊണ്ട് ഇതിനെ അഹിംസാ സിൽക്ക് എന്നും പറയാറുണ്ട്. ഇന്ന് ലോകത്ത് ഇത്തരം പ്രോഡക്ട്സിന്റെ ഡിമാൻഡ് വളരെയേറെ വർദ്ധിച്ചു വരികയാണ്. വയലൻസ് ഇല്ലാത്തതും പ്രകൃതിക്ക് ദോഷകരം അല്ലാത്തതുമായവക്ക്. അതുകൊണ്ട് മേഘാലയയിലെ ഏരി സിൽക്ക് ഗ്ലോബൽ മാർക്കറ്റിന് ഒരു പെർഫെക്റ്റ് പ്രോഡക്റ്റ് ആണ്. ഇതിനൊരു പ്രത്യേകത കൂടിയുണ്ട്. ഈ സിൽക്ക് തണുപ്പുകാലത്ത് ചൂട് നൽകുന്നു, വേനൽക്കാലത്ത് തണുപ്പ് നൽകുന്നു. ഇതിന്റെ ഈ പ്രത്യേകത മിക്ക സ്ഥലങ്ങൾക്കും ഇതിനെ അനുയോജ്യമാക്കുന്നു. മേഘാലയയിലെ സ്ത്രീകൾ ഇപ്പോൾ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകൾ വഴി തങ്ങളുടെ ഈ പൈതൃകത്തെ കൂടുതൽ വലിയ സ്കെയിലിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഞാൻ മേഘാലയയിലെ ജനങ്ങളെ ഏരി സിൽക്കിന് GI ടാഗ് ലഭിച്ചതിന് അഭിനന്ദിക്കുന്നു. ഞാൻ നിങ്ങളോടൊക്കെ അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു, നിങ്ങളും ഏരി സിൽക്ക് കൊണ്ട് ഉണ്ടാക്കിയ വസ്ത്രങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്യണം. പിന്നെ ഖാദി, ഹാൻഡ്ലൂം, ഹാൻഡിക്രാഫ്റ്റ്, വോക്കൽ ഫോർ ലോക്കൽ, ഇതൊക്കെ നിങ്ങൾ എപ്പോഴും ഓർമ്മിക്കണം. ഇന്ത്യയിൽ ഉണ്ടാക്കിയ ഉൽപ്പന്നങ്ങൾ മാത്രം വാങ്ങുകയും വ്യാപാരികൾ ഇന്ത്യയിൽ ഉണ്ടാക്കിയ ഉൽപ്പന്നങ്ങൾ മാത്രം വിൽക്കുകയും വേണം. അപ്പോൾ ആത്മനിർഭർ ഭാരത് അഭിയാൻ പുതിയ ഊർജം ലഭിക്കും. എന്റെ പ്രിയപ്പെട്ട ദേശവാസികളെ, വുമൺ ലെഡ് ഡെവലപ്മെന്റ് എന്ന മന്ത്രം ഇന്ത്യയുടെ പുതിയ ഭാവിയെ കെട്ടിപ്പടുക്കാൻ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. നമ്മുടെ അമ്മമാർ, സഹോദരിമാർ, പെൺമക്കൾ ഇന്ന് അവർക്ക് വേണ്ടി മാത്രമല്ല, സമൂഹത്തിനാകെ പുതിയൊരു ദിശ സൃഷ്ടിച്ചു കൊണ്ടിരിക്കുകയാണ്. തെലങ്കാനയിലെ ഭദ്രാചലത്തിലെ സ്ത്രീകളുടെ വിജയത്തെക്കുറിച്ച് അറിഞ്ഞാൽ നിങ്ങൾക്കും സന്തോഷമാകും.
ഈ സ്ത്രീകൾ ഒരു കാലത്ത് വയലുകളിൽ കൂലിപ്പണി ചെയ്തിരുന്നവരാണ്. അന്നന്നത്തെ ഉപജീവനത്തിനായി അധ്വാനിച്ചിരുന്നവർ. ഇന്ന് അതേ സ്ത്രീകൾ ശ്രീഅന്ന മില്ലറ്റ്സ് ഉപയോഗിച്ച് ബിസ്ക്കറ്റ് ഉണ്ടാക്കുകയാണ്. ഭദ്രാദ്രി മില്ലറ്റ് മാജിക് എന്ന പേരിൽ ഈ ബിസ്ക്കറ്റുകൾ ഹൈദരാബാദിൽ നിന്ന് ലണ്ടനിലേക്ക് പോകുന്നു. ഭദ്രാചലത്തിലെ ഈ സ്ത്രീകൾ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പിൽ ചേർന്ന് ട്രെയിനിങ് എടുത്തു. സുഹൃത്തുക്കളെ, ഈ സ്ത്രീകൾ പ്രശംസനീയമായ ഒരു കാര്യം കൂടി ചെയ്തിട്ടുണ്ട്. ഇവർ ഗിരി സാനിറ്ററി പാഡ്സ് ഉണ്ടാക്കാൻ തുടങ്ങി. വെറും 3 മാസം കൊണ്ട് 40,000 പാഡ്സ് ഉണ്ടാക്കി. അവ സ്കൂളുകളിലും അടുത്തുള്ള ഓഫീസുകളിലും എത്തിച്ച്, അതും വളരെ കുറഞ്ഞ വിലയ്ക്ക്. സുഹൃത്തുക്കളെ, കർണാടകയിലെ കൽബുർഗിയിലെ സ്ത്രീകളുടെ നേട്ടവും മികച്ചതാണ്. ഇവർ ചോളം റൊട്ടിയെ ഒരു ബ്രാൻഡാക്കി മാറ്റിയിരിക്കുന്നു. ഇവർ രൂപീകരിച്ച കോഓപ്പറേറ്റീവിൽ എല്ലാ ദിവസവും 3000-ലധികം റൊട്ടികൾ ഉണ്ടാക്കുന്നുണ്ട്. ഈ റൊട്ടികളുടെ മഹിമ ഇപ്പോൾ ഗ്രാമത്തിൽ മാത്രം ഒതുങ്ങുന്നില്ല. ബംഗളൂരുവിൽ സ്പെഷ്യൽ കൗണ്ടർ തുറന്നിട്ടുണ്ട്. ഓൺലൈൻ ഫുഡ്സ് പ്ലാറ്റ്ഫോമുകളിൽ ഓർഡറുകൾ വരുന്നുണ്ട്. കൽബുർഗിയിലെ റൊട്ടി ഇപ്പോൾ വലിയ നഗരങ്ങളിലെ കിച്ചണുകളിൽ വരെ എത്തുന്നുണ്ട്. ഇതിന്റെ മികച്ച പ്രഭാവം ഈ സ്ത്രീകളിൽ ഉണ്ടായിട്ടുണ്ട്. അവരുടെ വരുമാനം കൂടുന്നുണ്ട്. സുഹൃത്തുക്കളെ, വ്യത്യസ്ത സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഈ കഥകളിൽ വ്യത്യസ്ത മുഖങ്ങളുണ്ട്. എന്നാൽ അവരുടെ തിളക്കം ഒരുപോലെയാണ്. ഇത് ആത്മവിശ്വാസത്തിന്റെയും സ്വാശ്രയത്വത്തിന്റെയും തിളക്കമാണ്. അതുപോലെ ഒരു മുഖമാണ് മധ്യപ്രദേശിലെ സുമ ഉയ്ക്കെ. സുമാജിയുടെ പ്രയത്നം വളരെ അഭിനന്ദനാർഹമാണ്. അവർ ബാലാഘട്ട് ജില്ലയിലെ കടങ്കി ബ്ലോക്കിൽ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പിൽ ചേർന്ന് കോൺ കൃഷിയിലും കന്നുകാലി വളർത്തലിലും ട്രെയിനിങ് എടുത്ത് ഇതിലൂടെ സുമ ഉഗൈന് സ്വയം പര്യാപ്തതയിലേക്കുള്ള വഴി തുറന്നു. വരുമാനം കൂടുന്നതിനനുസരിച്ച് അവർ ജോലിയുടെ വ്യാപ്തിയും വർദ്ധിപ്പിച്ചു. ചെറിയൊരു ശ്രമത്തിൽ തുടങ്ങിയ ഈ യാത്ര ഇപ്പോൾ ദീദി കാന്റീൻ, തെർമൽ തെറാപ്പി സെന്റർ വരെ എത്തിയിട്ടുണ്ട്. രാജ്യത്തിന്റെ എല്ലാ കോണുകളിലും ഇതുപോലുള്ള എണ്ണമറ്റ സ്ത്രീകൾ തങ്ങളുടെയും രാജ്യത്തിന്റെയും വിധി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട ദേശവാസികളെ, കഴിഞ്ഞ ദിവസങ്ങളിൽ എനിക്ക് വിയറ്റ്നാമിൽ നിന്ന് ഒരുപാട് ആളുകൾ പല മാധ്യമങ്ങളിലൂടെയും സന്ദേശങ്ങൾ അയച്ചു. ഈ സന്ദേശങ്ങളിലെ ഓരോ വരിയിലും ആരാധനയും ആത്മീയതയും ഉണ്ടായിരുന്നു. അവരുടെ വികാരങ്ങൾ മനസ്സിനെ സ്പർശിക്കുന്നതായിരുന്നു. അവർക്ക് ഭഗവാൻ ബുദ്ധന്റെ പവിത്രമായ അവശിഷ്ടങ്ങൾ, റിലിക്സ് ദർശിക്കാൻ അവസരം നൽകിയതിന് ഇന്ത്യയോടുള്ള നന്ദി പ്രകടിപ്പിക്കുകയായിരുന്നു. അവരുടെ വാക്കുകളിലുണ്ടായിരുന്ന വികാരങ്ങൾ ഏതൊരു ഔപചാരിക നന്ദിയേക്കാളും വലുതായിരുന്നു. സുഹൃത്തുക്കളെ, ഭഗവാൻ ബുദ്ധന്റെ ഈ പവിത്രമായ അവശിഷ്ടങ്ങൾ ആന്ധ്രാപ്രദേശിലെ പാഴനാടു ജില്ലയിലെ നാഗാർജുനകൊണ്ടയിലാണ് കണ്ടെത്തിയത്. ഈ സ്ഥലത്തിന് ബുദ്ധമതവുമായി ആഴത്തിലുള്ള ബന്ധമുണ്ട്. ഈ സ്ഥലത്ത് ഒരു കാലത്ത് ശ്രീലങ്കയിൽ നിന്നും ചൈനയിൽ നിന്നും ഉൾപ്പെടെ ദൂരദിക്കുകളിൽ നിന്ന് ആളുകൾ വന്നിരുന്നു എന്ന് പറയപ്പെടുന്നു. സുഹൃത്തുക്കളെ, കഴിഞ്ഞ മാസം ഭഗവാൻ ബുദ്ധന്റെ ഈ പവിത്രമായ തിരുശേഷിപ്പുകൾ ഇന്ത്യയിൽ നിന്ന് വിയറ്റ്നാമിലേക്ക് കൊണ്ടുപോയിരുന്നു. അവിടെ 9 വ്യത്യസ്ത സ്ഥലങ്ങളിൽ ഇവ പൊതുജനങ്ങൾക്ക് ദർശനത്തിനായി വെച്ചിരുന്നു. ഇന്ത്യയുടെ ഈ നടപടി തരത്തിൽ വിയറ്റ്നാമിന് ഒരു ദേശീയ ഉത്സവമായി മാറി. നിങ്ങൾക്ക് സങ്കല്പിക്കാൻ കഴിയും, ഏകദേശം 10 കോടി ജനസംഖ്യയുള്ള വിയറ്റ്നാമിൽ 1.5 കോടിയിലധികം ആളുകൾ ഭഗവാൻ ബുദ്ധന്റെ പവിത്രമായ തിരുശേഷിപ്പുകൾ ദർശിച്ചു. സോഷ്യൽ മീഡിയയിൽ ഞാൻ കണ്ട ചിത്രങ്ങളും വീഡിയോകളും ഭക്തിക്ക് അതിരുകളില്ലെന്ന് എന്നെ ബോധ്യപ്പെടുത്തി. മഴയായാലും കടുത്ത വെയിലായാലും ആളുകൾ മണിക്കൂറുകളോളം ക്യൂവിൽ നിന്നു. കുട്ടികൾ, പ്രായമായവർ, ഭിന്നശേഷിക്കാർ എല്ലാവരും വികാര നിർഭരരായിരുന്നു. വിയറ്റ്നാം പ്രസിഡന്റ്, ഉപപ്രധാനമന്ത്രി, മുതിർന്ന മന്ത്രിമാർ എല്ലാവരും തല കുമ്പിട്ട് നിന്നു. പ്രസ്തുത യാത്രയോട് അവിടുത്തെ ജനങ്ങൾക്ക് അത്രയധികം ആഴത്തിലുള്ള ആദരവുണ്ടായിരുന്നു. അതുകൊണ്ട് വിയറ്റ്നാം സർക്കാർ ഇത് 12 ദിവസത്തേക്ക് കൂടി നീട്ടാൻ അഭ്യർത്ഥിച്ചു. ഇത് ഭാരതം സന്തോഷത്തോടെ അംഗീകരിച്ചു. സുഹൃത്തുക്കളെ, ഭഗവാൻ ബുദ്ധന്റെ ചിന്തകളിൽ രാജ്യങ്ങളെയും
സംസ്കാരങ്ങളെയും ആളുകളെയും ഒരുമിച്ച് നിർത്തുന്ന ഒരു ശക്തിയുണ്ട്. ഇതിനു മുമ്പ് ഭഗവാൻ ബുദ്ധന്റെ പവിത്രമായ അവശിഷ്ടങ്ങൾ തായ്ലൻഡിലേക്കും മംഗോളിയയിലേക്കും കൊണ്ടുപോയിരുന്നു. അവിടെയും ഭക്തിയുടെ ഇതേ വികാരമാണ് കണ്ടത്. നിങ്ങളോടുള്ള എൻ്റെ അഭ്യർത്ഥന എന്താണെന്നാൽ, നിങ്ങളുടെ സംസ്ഥാനത്തിലെ ബുദ്ധമത കേന്ദ്രങ്ങൾ തീർച്ചയായും സന്ദർശിക്കുക. അതൊരു ആത്മീയ അനുഭവമായിരിക്കും. അതോടൊപ്പം നമ്മുടെ സാംസ്കാരിക പൈതൃകവുമായി ബന്ധപ്പെടാനുള്ള ഒരു സുന്ദരമായ അവസരം കൂടിയാണത്. എൻ്റെ പ്രിയപ്പെട്ട ദേശവാസികളെ, ഈ മാസം നമ്മളെല്ലാവരും ലോക പരിസ്ഥിതി ദിനം ആഘോഷിച്ചു. എനിക്ക് നിങ്ങളുടെ ആയിരക്കണക്കിന് സന്ദേശങ്ങൾ ലഭിച്ചു. പലരും അവരുടെ ചുറ്റുമുള്ള കൂട്ടുകാരെക്കുറിച്ച് പറഞ്ഞു. തനിച്ച് പരിസ്ഥിതിയെ സംരക്ഷിക്കാൻ ഇറങ്ങിപ്പുറപ്പെട്ടവരെക്കുറിച്ച്, തുടർന്ന് സമൂഹമാകെ അവരോടൊപ്പം ചേർന്നതും. എല്ലാവരുടെയും ഈ സംഭാവന നമ്മുടെ ഭൂമിക്ക് വലിയ ശക്തിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പുണെയിലെ ശ്രീ രമേശ് ഖർമാലജി, അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് അറിയുമ്പോൾ നിങ്ങൾക്ക് വലിയ പ്രചോദനം ലഭിക്കും. ആളുകൾ വാരാന്ത്യത്തിൽ വിശ്രമിക്കുമ്പോൾ രമേശ് ജിയും അദ്ദേഹത്തിന്റെ കുടുംബവും തൂമ്പയും മൺവെട്ടിയും എടുത്തു പുറപ്പെടും. എവിടേക്കാണെന്ന് അറിയാമോ? ജുന്നാർ കുന്നുകളിലേക്ക്. വെയിലായാലും കുത്തനെയുള്ള കയറ്റമായാലും അവരുടെ കാൽ ഇടറില്ല. അവർ കുറ്റിക്കാടുകൾ വൃത്തിയാക്കും, വെള്ളം തടയാൻ ട്രെഞ്ചുകൾ കുഴിക്കും, വിത്തുകൾ വിതയ്ക്കും. അവർ വെറും 2 മാസത്തിനുള്ളിൽ 70 ട്രെഞ്ചുകൾ ഉണ്ടാക്കി. രമേശ് ജി ഒരുപാട് ചെറിയ കുളങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. 100 കണക്കിന് മരങ്ങൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹം ഒരു ഓക്സിജൻ പാർക്കും നിർമ്മിക്കുന്നുണ്ട്. ഇതിന്റെ ഫലമായി ഇപ്പോൾ ഇവിടെ പക്ഷികൾ തിരികെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. വന്യജീവികൾക്ക് പുതുശ്വാസം ലഭിക്കുന്നു. സുഹൃത്തുക്കളെ, പരിസ്ഥിതിക്ക് വേണ്ടിയുള്ള മറ്റൊരു മനോഹരമായ സംരംഭം ഗുജറാത്തിലെ അഹമ്മദാബാദ് നഗരത്തിൽ കാണാൻ കഴിഞ്ഞു. ഇവിടെ നഗർ സബ് മിഷൻ ഫോർ മില്യൺ ട്രീസ് എന്ന കാമ്പയിൻ ആരംഭിച്ചിട്ടുണ്ട്. ലക്ഷ്യം ലക്ഷക്കണക്കിന് മരങ്ങൾ നടുക എന്നതാണ്. ഈ കാമ്പയിനിന്റെ ഒരു പ്രത്യേകതയാണ് സിന്ദൂർ വൻ. ഈ വനം ഓപ്പറേഷൻ സിന്ദൂറിലെ വീരന്മാർക്ക് സമർപ്പിക്കപ്പെട്ടതാണ്. രാജ്യത്തിന് വേണ്ടി എല്ലാം സമർപ്പിച്ച ആ ധീരന്മാരുടെ ഓർമ്മക്കായി സിന്ദൂര ചെടികൾ നടുകയാണ്. ഇവിടെ മറ്റൊരു പ്രചാരണവും ശ്രദ്ധ നേടുന്നുണ്ട്. ഏക് പേഡ് മാ കെ നാം എന്ന ഈ പ്രചാരണത്തിന്റെ ഭാഗമായി രാജ്യത്ത് കോടിക്കണക്കിന് മരങ്ങൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. നിങ്ങളും നിങ്ങളുടെ ഗ്രാമത്തിലോ നഗരത്തിലോ നടക്കുന്ന ഇത്തരം പ്രചാരണങ്ങളിൽ തീർച്ചയായും പങ്കുചേരുക. മരം നടുക, വെള്ളം സംരക്ഷിക്കുക, ഭൂമിയെ സേവിക്കുക. കാരണം നമ്മൾ പ്രകൃതിയെ സംരക്ഷിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ നമ്മുടെ വരും തലമുറകളെ സുരക്ഷിതരാക്കുകയാണ്. സുഹൃത്തുക്കളെ, മഹാരാഷ്ട്രയിലെ ഒരു ഗ്രാമവും ഒരു മികച്ച മാതൃക കാണിച്ചിട്ടുണ്ട്. ഛത്രപതി സംഭാജിനഗർ ജില്ലയിലെ ഒരു ഗ്രാമപഞ്ചായത്താണ് പാട്ടോട. ഇതൊരു കാർബൺ ന്യൂട്രൽ ഗ്രാമപഞ്ചായത്താണ്. ഈ ഗ്രാമത്തിൽ ആരും വീടിന് പുറത്ത് മാലിന്യം വലിച്ചെറിയുന്നില്ല. ഓരോ വീട്ടിൽ നിന്നും മാലിന്യം ശേഖരിക്കാൻ പൂർണ്ണമായ സംവിധാനമുണ്ട്. ഇവിടെ മലിനജല ശുദ്ധീകരണവും നടക്കുന്നുണ്ട്. ശുദ്ധീകരിക്കാതെ ഒരു വെള്ളവും പുഴയിലേക്ക് പോകുന്നില്ല. ഇവിടെ ചാണകവരളി ഉപയോഗിച്ച് അന്ത്യകർമ്മങ്ങൾ നടത്തുന്നു. ആ ചാരം ഉപയോഗിച്ച് മരിച്ചവരുടെ പേരിൽ ചെടികൾ നടുന്നു. ഈ ഗ്രാമത്തിലെ ശുചിത്വം കാണേണ്ട കാഴ്ചയാണ്. ചെറിയ ചെറിയ ശീലങ്ങൾ കൂട്ടായ തീരുമാനമായി മാറുമ്പോൾ വലിയ മാറ്റം ഉറപ്പായും സംഭവിക്കും. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ സമയം എല്ലാവരുടെയും ശ്രദ്ധ ഇന്റർനാഷണൽ സ്പേസ് സെന്ററിൽ കൂടിയാണ്. ഇന്ത്യ ഒരു പുതിയ ചരിത്രം കുറിച്ചിരിക്കുന്നു. ഞാൻ ഇന്നലെ ഗ്രൂപ്പ് ക്യാപ്റ്റൻ ശുഭാംശു ശുക്ലയുമായി സംസാരിച്ചിരുന്നു. ശുഭാംശുവുമായിട്ടുള്ള എന്റെ സംഭാഷണം നിങ്ങളും തീർച്ചയായും കേട്ടിട്ടുണ്ടാകും. നിലവിൽ ശുഭാംശു ഇനി കുറച്ച് ദിവസം കൂടി ഇന്റർനാഷണൽ സ്പേസ് സെന്ററിൽ കഴിയണം. നമ്മൾ ഈ മിഷനെക്കുറിച്ച് മൻ കി ബാത്തിന്റെ അടുത്ത എപ്പിസോഡിൽ കൂടുതൽ സംസാരിക്കും. ഈ എപ്പിസോഡിൽ നിങ്ങളോട് വിട പറയാൻ സമയമായി. പക്ഷേ സുഹൃത്തുക്കളെ, പോകുമ്പോൾ ഞാൻ നിങ്ങളെ ഒരു പ്രത്യേക ദിവസത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ജൂലൈ 1 മറ്റന്നാൾ, അതായത് ജൂലൈ 1 ന്
നമ്മൾ വളരെ പ്രധാനപ്പെട്ട രണ്ട് പ്രൊഫഷനുകളെ ആദരിക്കുന്നു, ഡോക്ടർമാരെയും CAമാരെയും. ഇവർ രണ്ടുപേരും നമ്മുടെ ജീവിതം മെച്ചപ്പെടുത്തുന്ന സമൂഹത്തിന്റെ തൂണുകളാണ്. ഡോക്ടർമാർ നമ്മുടെ ആരോഗ്യത്തിന്റെ സംരക്ഷകരാണ്. CAമാർ സാമ്പത്തിക ജീവിതത്തിന്റെ വഴികാട്ടികളാണ്. എല്ലാ ഡോക്ടർമാർക്കും ചാർട്ടേഡ് അക്കൗണ്ടന്റുകൾക്കും എന്റെ 1000 ആശംസകൾ. സുഹൃത്തുക്കളെ, നിങ്ങളുടെ നിർദ്ദേശങ്ങൾക്കായി ഞാൻ എപ്പോഴും കാത്തിരിക്കുന്നു. മൻ കി ബാത്തിന്റെ അടുത്ത എപ്പിസോഡ് നിങ്ങളുടെ ഈ നിർദ്ദേശങ്ങളാൽ കൂടുതൽ സമ്പന്നമാകും. വീണ്ടും കാണാം, പുതിയ കാര്യങ്ങളോടൊപ്പം, പുതിയ പ്രചോദനങ്ങളോടൊപ്പം, ദേശവാസികളുടെ പുതിയ നേട്ടങ്ങളോടൊപ്പം. വളരെ നന്ദി. നമസ്കാരം.